സാഹിത്യകാരന്മാർ നിർഭയരാവണം. ഐസക് ഈപ്പൻ, കോഴിക്കോട്. സമൂഹത്തിലെ അനീതികൾക്കെതിരെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗക്കാർക്കു വേണ്ടിയും നിർഭയമായി തൂലിക ചലിപ്പിക്കാൻ സാഹിത്യകാരന്മാർ തയ്യാറാവണമെന്ന് പ്രശസ്ത എഴുത്തുകാരൻ ഐസക് ഈപ്പൻ പറഞ്ഞു. പീപ്പിൾസ് റിവ്യൂ പുസ്തകമേളയോടനുബന്ധിച്ച് സാഹിത്യരചനയിലെ നൂതന പ്രവണതകൾ എന്ന വിഷയത്തിൽ എഴുത്തുകാരുമായുള്ള സംവാദത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ എല്ലാ മനുഷ്യരെയും മനുഷ്യരായിട്ട് കാണുന്നില്ല. ഇന്ത്യയിലെ അപ്പർ കാസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടാൽ അപ്പർ കാസ്റ്റ് മനുഷ്യർ മാത്രമേ മനുഷ്യരുള്ളൂ. ബാക്കിയുള്ളവർക്ക് മനുഷ്യരാണെന്നല്ല. ഇപ്പം നമ്മുടെ കഴിഞ്ഞ 2 വർഷം മുമ്പുണ്ടായ കേരളത്തിലെ ഏറ്റവും വലിയ സമരങ്ങളിലൊന്ന്, അതിനകത്തെ വലിയ ചോദ്യങ്ങളിലൊന്ന് സ്ത്രീ മനുഷ്യനാണോ എന്നാണ്. ഞാൻ ആ സമരം എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല. അതായിരുന്നല്ലോ വലിയ ചോദ്യം. അതായിരുന്നു, സ്ത്രീ മനുഷ്യനാണോ എന്നുള്ളത്. ഇപ്പോഴും തീരുമാനമായിട്ടില്ല. സ്ത്രീ ഇനി മനുഷ്യനല്ലേ എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ടാണല്ലോ വലിയൊരു സമരം, ഓർക്കുന്നില്ലേ, റോഡ് മുഴുവൻ സമരങ്ങളായ 2 വർഷം മുമ്പുള്ള ഓർമ്മയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്, ഇതിനൊക്കെ എതിരെ പോരാടാൻ പ്രസംഗം കൊണ്ടോ ഒന്നും പറ്റില്ല, പറഞ്ഞിട്ട് പറ്റില്ല, പത്രങ്ങൾ കൊണ്ട് പോലും പറ്റില്ല. ഇതൊക്കെ സാഹിത്യത്തിലൂടെ വരണം. സാഹിത്യകാരന് മുമ്പിൽ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും കാലമേൽപ്പിക്കുന്ന കർത്തവ്യം നിറവേറ്റാൻ അവർ തയ്യാറാവണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡോക്ടർ NM സണ്ണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചീഫ് എഡിറ്റർ PT നിസാർ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ ഉസ്മാൻ ചാത്തഞ്ചിറ, മോഹനൻ പുതിയോട്ടിൽ, ഷിബുദാസ് വേങ്ങേരി, സരസ്വതി ബിജു, RK ഇരവിൽ, T ഹസൻ, പുരുഷു കക്കോടി, ശശി പത്തിയത്ത്, TT കണ്ടൻകുട്ടി, സിറു റസാഖ് D, ജയപ്രകാശ് PT, ശ്രീജ ചലനൂർ, ഹരികൃഷ്ണൻ പാറോപ്പടി, PP മുഹമ്മദ് കോയ എന്നിവർ ഐസക് ഈപ്പനുമായി സംവാദം നടത്തി.